പറഞ്ഞാൽ ഇത് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, അത് എൻ്റെ ക്യാമറയിൽ എനിക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോണെന്നും. അച്ഛൻ്റെ കയ്യിലാണ് ഈ ഗിഫ്റ്റ് കൊടുത്തു വിട്ടത്. അച്ഛൻ ഇങ്ങനെ തന്നപ്പോൾ ഒരു ഇതുമില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ സെക്കൻഡാണ് വീഡിയോ എടുത്തത്. അപ്പോൾ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ല, അതാണ് സത്യം. പക്ഷെ ഞാനിപ്പോൾ ഫുള്ളി ഹാപ്പിയാണെന്ന് വെച്ചാൽ എക്സൈറ്റിൻ്റെ അങ്ങ് അറ്റം എക്സ്ട്രീംലിയാണ്. ഹലോ ഗായ്സ്, ഇന്നൊരു സന്തോഷമായിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ് ഒരു സർപ്രൈസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ത്രില്ലിലാണ് ഞാൻ. എന്തുവാ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അത്രയും ഹാപ്പിയിലാണ്. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ചെറിയതായിട്ടൊക്കെ നിങ്ങൾക്ക് കത്തിക്കാണും. വേറൊന്നുമില്ല കേട്ടോ, എനിക്ക് ഐഫോണാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഐഫോൺ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇത് ഐഫോൺ 15 Pro Max ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ്. എന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ക്യാമറയാണെങ്കിൽ എല്ലാം ഇങ്ങനെ പുകയാണ് എൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യമായ ഒരു സാധനമാണ് ഐഫോണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡിനോടത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ക്യാമറ വേണമെന്നോ ഐഫോൺ വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ആൾ അറിഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാപ്പിയിലാണ് ഞാൻ. അപ്പോൾ ഇത് വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ ആൾ ടു മൈ ലവ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഹസ്ബൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി, ഇങ്ങനെയൊക്കെ എഴുതി തന്നപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇതാണ് കേട്ടോ എൻ്റെ ഫോണ്. അപ്പോൾ ഈ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ചിലപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മാസത്തേക്കോളം വീഡിയോസ് ഓരോ ദിവസം ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഈ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് പയ്യായിരിക്കും വരുന്നത് കേട്ടോ. അങ്ങനെ 3 കവർ എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. 3 കവർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ കവറ്, പിന്നെ രണ്ടാമത് കാണിച്ച ഒരു കവറ്, ഇതൊരു ബ്ലാക്ക് കവറാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള കവറൊക്കെ ചെയ്തോന്ന്. എന്ന് വെച്ചാൽ ഇത് ചേട്ടൻ അവിടെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്ത് എനിക്ക് എല്ലാ ഇതും സെറ്റാക്കി തന്നിട്ടുണ്ട്. ഞാൻ സെറ്റാക്കുന്ന വലിയ മടിയാ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിടാൻ വേണ്ടി. അപ്പോൾ ചേട്ടൻ തന്നെ എല്ലാ സാധനവും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചാർജർ, ഇത്ര മാത്രമാണ് അതിലുണ്ടായിരുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ വക ഒരു റൈറ്റിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ ചേട്ടൻ സ്ക്രീൻ മറ്റേ ഈ ക്യാമറയുടെ അവിടെ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് ആൾ. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ചീത്താക്കും, അതാ. അങ്ങനെ ക്യാമറയൊക്കെ സെറ്റാക്കി ലെൻസൊക്കെ ഒട്ടിച്ച് സൂപ്പറാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഞാൻ ഏതായിരിക്കും നിങ്ങളതൊന്ന് ഗസ് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കവർ വീഡിയോക്ക് ഇട്ടത്. അപ്പോൾ ഗസ് ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ തംബ്നെയിൽ കണ്ടായിരിക്കുമല്ലോ, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഐഫോൺസ് കയ്യിലൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. യൂസ് ചെയ്ത ഫോൺ കയ്യിലൊക്കെ കൊണ്ടുവരുന്ന കുഴപ്പമില്ല. അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തതും നമ്മളിങ്ങനെ കവറിലൊക്കെ വെക്കാതെ അല്ലാതെ പോക്കറ്റിലോ അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതുപോലത്തുള്ള പുതിയ ഫോൺസ് ഇതുപോലെ പെട്ടിക്കുള്ളിലാക്കി ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന അവർ ഉറപ്പായിട്ടും എയർപോർട്ടിൽ പിടിക്കുന്നതാണ്. അങ്ങനെ എൻ്റെ അച്ഛനെ പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ അച്ഛനെ പിടിച്ച് നിർത്തി കേട്ടോ. അവർ നമ്മുടെ ഇങ്ങനെ നമ്മുടെ പെട്ടിയൊക്കെ സ്കാൻ ചെയ്ത് അവർ വിടുമല്ലോ, അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു ഇതിൻ്റെ അകത്ത് ഐഫോൺ വല്ലതും ഇരിപ്പുണ്ടോ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തു കൊടുത്തു. അങ്ങനെ അവർ ചേട്ടൻ വലിയ സെറ്റപ്പിലൊക്കെ പാക്ക് ചെയ്ത് എല്ലാം ചെയ്ത് അയച്ചതാ സംഭവം. പക്ഷെ പണി കിട്ടി കേട്ടോ. അങ്ങനെ അവർ അവിടെ വെച്ച് തന്നെ അതെല്ലാം ഓപ്പൺ ചെയ്യിപ്പിച്ച് നോക്കി. അങ്ങനെ ഇത് അവിടെയും വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ എല്ലാം പൊട്ടിപ്പാളിസായി. ഇങ്ങനെ പുതിയ ഫോൺ ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിൽ പൈസ അടയ്ക്കേണ്ടി വരും കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്നത് കുറച്ച് ഫോട്ടോസാണ്, കുറച്ച് മെമ്മറി ഫോട്ടോസ്, പാർട്ടിയുടെ മാരേജിൻ്റെ ഒക്കെ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ് കേട്ടോ. എൻ്റെ പ്രൊമോ വീഡിയോ നിങ്ങൾ കാണണ്ടേ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കൂ.
വരൻ വന്നു കണ്ടതും ആനന്ദം ഇന്നും മോഹം വന്നതും പൂച്ചെണ്ടും നൽകി തമ്മിൽ കണ്ടതും കല്യാണപ്പട്ടിൻ കാര്യം ചൊന്നതും ഒന്നായി ചേരും നിതാ കല്യാണത്തേരിൽ ഒന്നായി ചേരും നിതാ കല്യാണത്തേരിൽ മഴ വീണ പുതുമണ്ണിൻ കുളിരലയായെന്നും ഇണപിരിയാതെ നാം ചേരും നാളാ മിഴികൾ പറയും മൗനം മനസ്സു നിറഞ്ഞാലും മരതാരിൽ മിന്നം കൊണ്ട് മണിമാരൻ എത്തും നേരം മനസ്സിനുള്ളിൽ മണിക്കിലുക്കം മനതാരിൽ മിന്നം കൊണ്ട് മണിമാരൻ എത്തും നേരം മനസ്സിനുള്ളിൽ മണിക്കിലുക്കം മഴവില്ലിൻ ചിറകേറി സ്മൃതികളിൽ നീരാടും പുലരികൾ ഓരോന്നും പാടും ഗീതം കടം കഥകളായി മായും കനവു നിറയേ മിഴിച്ചിമ്മും മിന്നൽ പോലെ ചിരിക്കാലം തൂകും ദൂരം ഇതളിതളായി പല നിമിഷം മിഴിച്ചിമ്മും മിന്നൽ പോലെ ചിരിക്കാലം തൂകും ദൂരം ഇതളിതളായി പല നിമിഷം അപ്പോൾ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എനിക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 4 വർഷം തികയാണ്. അപ്പോൾ ഇത് ഏതായാലും ഫസ്റ്റ് ഐഫോൺ കിട്ടിയ നമ്മൾ എപ്പോഴായാലും ഓർക്കുമല്ലോ. അങ്ങനെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.